നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പായ. എന്താ പരിപാടി എന്ന് വെച്ചാൽ മധുരമൊന്നുമില്ല. ഇപ്പോഴത്തെ ഫ്രൂട്ട്സിനൊക്കെ ഒരു ടേസ്റ്റും ഇല്ല. വെറുതെ പപ്പായ എന്നും പറഞ്ഞ് കഴിക്കാം. എന്താ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ പോലെ തന്നെ ഇന്നും രാവിലെ ചോറ് വെച്ചു. ഇന്നലെ പറഞ്ഞ പോലെ പരിപ്പ് കറി, പപ്പടം വേദയ്ക്ക് കൊടുത്തു വിട്ടു. ഏട്ടൻ ചെന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നു. ചാള മീൻ, ചാളക്കറി വെച്ചു. പാവയ്ക്ക കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നു. അതിനെ മെഴുക്കുവരട്ടി. എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ കണ്ണുറച്ച് കിടന്നു, പക്ഷെ ഉറക്കം വരുന്നില്ലായിരുന്നു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങി. അപ്പോഴേക്കും അലാമും കേട്ടു. പിന്നെ എണീറ്റു. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ സെറ്റിയിൽ അങ്ങനെ കിടന്നു. ഒന്നുറങ്ങി വന്നത് ഏട്ടൻ വന്നു. പിന്നെ എണീറ്റ് ചോറെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ ദേ വേദ വരും. വേദയെ നോക്കി ഇരിക്കുകയാണ്. ഇനി വേദയെ ട്യൂഷന് വിടണം. ട്യൂഷന് വിട്ടിട്ട് ഞാൻ മിക്കവാറും ട്യൂഷന് വിട്ട ശേഷം നെട്ടയത്ത് പോവും. എന്നും അങ്ങനെയാണ്. ഇന്നും ഇപ്പം അങ്ങനെ പോവാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുന്നു. വേദക്കുട്ടി വരുന്നുണ്ട്. ഹായ് വേദു. ബൈ. ഹായ് ചിപ്പു. സോ വേദക്കുട്ടി വന്നു. ടി വി ഒക്കെ കണ്ടു. ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷന് പോകാൻ സമയമായി. അപ്പോൾ ട്യൂഷനാക്കിയിട്ട് ഞാൻ നേരെ നെട്ടയത്ത് പോവും. അപ്പം നമുക്ക് നെട്ടയത്ത് പോവാം. ആരോ കമൻറ്റ് ഇട്ടിരുന്നു അമ്മയെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കണമെന്ന്. നമുക്ക് അമ്മയെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാം. പോവാം ട്യൂഷന് പോവാം. ഞാൻ നെട്ടയത്ത് പോവേ. കയ്യിലെന്തോന്ന് എനർജി ലഡുവാ. അന്നുണ്ടാക്കിയ എനർജി ലഡുവാണ്. ചീത്തയില്ലല്ലേടാ, ഒന്നും ചെയ്തില്ല. ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കഴിക്കാൻ സമയം ഒന്ന് വെളിയിൽ വെച്ചാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലേ. ഞാൻ നെട്ടയത്ത് വന്നു കൈസ. അപ്പോൾ അതേ നമ്മുടെ ശരവണൻ, ഇദ്ദേഹം അങ്ങ് മെയിൻ ജംഗ്ഷനിലായിരുന്നു. ഇന്നിപ്പോൾ ഇതെങ്ങനെ ഇങ്ങ് വന്നത്? ശരവണ അതെങ്ങനെ വന്നിട്ട് ഇനി പോകാൻ വഴിയില്ല. ആരെ കൂടെ വന്നതാണ്? ചുമച്ചും കുറച്ചുമൊക്കെ നടക്കണ പട്ടി. അമ്മ ഹായ് പറയാൻ. സോ അങ്ങനെ ഞാൻ എൻ്റെ നെട്ടയെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സംസാരിക്കാം. കാരണം അമ്മ ചിലപ്പറേ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തേ ഇല്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് തുടങ്ങും സംസാരവും കാര്യം പറച്ചിലും ബഹളമായിട്ട്. പിന്നെ ഒന്നും അത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. അതുകൊണ്ട് മിണ്ടാതിരിന്ന് പറഞ്ഞാലും വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. കിച്ചണിൽ കയറി അരിച്ച് പിറക്കുകയാണ് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ചോറ്, കണവത്തോരൻ, കരുവാടിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല. മുഖക്കറി കൊള്ളാമോ? എല്ലാം പട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്. പാവം ഞാൻ. ഒന്നും വേണ്ട. ദേ കണ്ടില്ലേ, ഇത്ര സെക്കൻഡ് ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് വെച്ചപ്പോൾ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കില്ല. ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും മൈക്ക് വെച്ച് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചാലും ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ ചക്ക സീസണൊക്കെ ആയി. ഇനി എവിടെ തിരിഞ്ഞാലും ചക്ക ആയിരിക്കും കുറേ നാളത്തേക്ക്. ഞാനിങ്ങനെ കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വേദയ്ക്ക് 6:30 വരെ ട്യൂഷനുണ്ട്. 6:30 വരെ ഇങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ, 6:30 വരെ അല്ല, അവളെ വിളിക്കാൻ സമയമായപ്പോൾ പോയി. അതുവരെയും ഞാൻ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ ശരവണൻ്റെ ഓരോ ബഹളവും ഉണ്ട് കേട്ടോ. ശരവണൻ ഇപ്പോൾ അങ്ങ് സിറ്റിയിലാണ്, അതായത് നെട്ടയം ജംഗ്ഷനിലാണ് അദ്ദേഹം ഉള്ളത്. എങ്ങനെയോ ഇനി വന്നു അങ്ങോട്ട് പോവുകയാണെങ്കിൽ പട്ടികൾ വഴിയിലുണ്ട് കേട്ടോ. അതും ഇവനും ശത്രുക്കളാണ്. ആ പട്ടികൾ ശരവണനെ കടിക്കും. അതുകൊണ്ട് പോകാൻ പറ്റാണ്ട് ശരവണൻ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് വന്നത് ഞാൻ കണ്ടില്ല, അങ്ങനെ കാണാനായിട്ട് കയറി വന്നതാണ്. ബ്ലാങ്കറ്റ് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നതാണിത്. ഗ്രീൻ കളറും ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതും ഈ ഒരു പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്ക് അല്ല, അതെന്ത് കളറാണ്, ഒരു എന്തോ പിങ്ക്. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ്, നല്ല ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയൽ. വേദാട്ടോ ഈ പിങ്ക് കളർ എടുക്കാൻ പറഞ്ഞാൽ നല്ല രസമുണ്ട്. പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ചിലപ്പോൾ സെയിം കളർ കിട്ടിയെന്ന് വരത്തില്ല.
ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ഇവിടെ കിടക്കുന്നത് അല്ലാത്ത ബ്ലാങ്കറ്റാണ്, ഇത് ഇങ്ങനത്തെ ബ്ലാങ്കറ്റാണ് കേട്ടോ. എന്തായാലും പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ വേദ വിളിക്കാനുള്ള സമയം ഞാൻ ഇറങ്ങി. ആൾ ഭയങ്കര ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ് കേട്ടോ. കിടപ്പാണ്, പട്ടികളെ പേടിച്ച് കിടക്കുക കേട്ടോ. ഇവിടെയുള്ള പട്ടികളെല്ലാം കൂടി അവന് ഭയങ്കര കടിയാണ്. ഇനി വൈകുന്നേരം രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആൾ സ്ഥലം വിടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ ആയിരിക്കും കേട്ടോ. ബിൻസി എന്നാണ് ഇപ്പോഴത്തെ പുതിയ പേര്, അവിടെയുള്ള ഒരു ബിൻസി എന്നാട്ടോ പേരിട്ടത്. ശരി, അങ്ങനെ വേദയും വിളിച്ചുകൊണ്ട് നേരെ ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ കയറി. ഇന്നലെ നമ്മൾ മിക്സ്ചർ വാങ്ങിക്കാൻ കയറിയത് ഓർമ്മയുണ്ടോ? ഇന്നലെ കയറിയപ്പോഴേ ഷുഗർ ഫ്രീ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട്, ക്യാമറയുടെ വാനില ഫ്ലേവർ. അങ്ങനെ ഞാൻ ഇന്നലെ വാങ്ങിച്ചപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ഇന്ന് വീണ്ടും ഒരു 4-5 എണ്ണം എടുത്തേക്കാന്ന് കരുതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചൂടത്ത് ഭയങ്കര ചൂട്, എന്തെങ്കിലും ഇങ്ങനെ തടുത്തതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പം ഞാൻ കരുതി ഷുഗർ ഫ്രീ അല്ലേ, ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്, അതുകൊണ്ട് എടുത്തേക്കാന്ന് കരുതി. നോക്കിയപ്പോൾ സ്ട്രോബെറി ഫ്ലേവറും കിടപ്പുണ്ട് കേട്ടോ. സ്ട്രോബെറി എനിക്ക് ഇഷ്ടമല്ല, പൊതുവേ ഞാൻ എടുത്തില്ല. അങ്ങനെ ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. 5 എണ്ണം ഞാനിങ്ങനെ തൂക്കി. ചിലപ്പോൾ ഷുഗർ ഫ്രീ വാങ്ങിയാൽ അമൂലിൻ്റെ കിട്ടും, അത് അത്ര നല്ലതല്ല. ഒരു മലായി ഐസ്ക്രീം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് മധുരമേ ഉണ്ടായിരുന്നില്ല, യോഗേട്ട് കഴിക്കും പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നലെ ഒരെണ്ണേ വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ സംഭവം കൊള്ളാം, നമ്മൾ സാധാ ഐസ്ക്രീം കഴിക്കും പോലെ. എന്നാൽ പിന്നെ അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും ഇതേ കൊറിയർ ഇരിപ്പുണ്ട്. കൊറിയർ ബോയ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാഴ്സലുണ്ട് OTP പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ OTP ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. അതായിരിക്കും ആ കവറിൽ എന്താണ് വന്നതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. വേദയുടെ കുക്കി ആൻഡ് ക്രീം, എൻ്റെ ക്യാമറയുടെ 0 ഷുഗർ ഐസ്ക്രീം. കഴിഞ്ഞ ദിവസം ഞാൻ കുന്നിൽ നിന്ന് വാങ്ങിയേ, അത് അമൂലിൻ്റെ ആണെന്ന് തോന്നുന്നു. മലായി ഐസ്ക്രീം ആയിരുന്നു, ഷുഗർ ഫ്രീ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് കൊള്ളില്ല, ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അവിടുത്തെ മാർജിൻ ഫ്രീയിൽ കയറിയപ്പോൾ ഇത് കണ്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ കൊള്ളാം, നല്ല സാധാ നമ്മൾ വാനില ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഒരു 4-5 എണ്ണം വാങ്ങിയത്. ഈ ചൂട് സമയത്തെ ഇതുപോലെ ഐസ്ക്രീം കഴിക്കുമ്പോഴുള്ള സുഖം കൊള്ളാമോ? ആക്ച്വലി പാഴ്സൽ എന്താണെന്ന് പോലും നോക്കിയില്ല, ഐസ്ക്രീം കഴിച്ചിട്ട് നോക്കാമെന്ന് കരുതി. ഐസ്ക്രീം കുടിച്ച് കഴിഞ്ഞേ എന്താണ് ഈ പെട്ടിക്കുള്ളിൽ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വേസ്റ്റ് ബിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഡസ്റ്റ്ബിന്ന് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണം, ആക്ച്വലി ഒരെണ്ണം ഞാൻ വേദയുടെ റൂമിൽ ഓർഡർ ചെയ്തു. അത് വന്ന് ക്വാളിറ്റി എല്ലാം നോക്കിയപ്പോൾ കൊള്ളാം. അങ്ങനെ ഞാൻ 2 എണ്ണം കൂടി ഓർഡർ ചെയ്തു. ഇവിടെ പഴയ സ്റ്റൈൽ സാധാ വേസ്റ്റ് ബിന്നാണ് ഇരുന്നത്, പക്ഷേ ഇതൊരു ന്യൂ സ്റ്റൈൽ ഓഫ് വേസ്റ്റ് ബിൻ. ഇതെന്താണ്? ഇതെന്തെങ്കിലും ഡ്രസ്സ് വല്ലതും ആയിരിക്കും, നൈറ്റ് വെയർ ഇതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കും, വീട്ടിലൊക്കെ ഇടാനേ. ഇല്ലല്ലോ. യെസ്, ഇത് ഞാൻ എൻ്റെ ആക്ച്വലി ഞാൻ വെജിറ്റബിൾസ് ഇട്ട് വയ്ക്കുന്നത് ഇതുപോലത്തെ നെറ്റ് പോലത്തെ ഇതിലാട്ടോ. ഇത് നല്ലതാണ്, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ആ വാട്ടർ കണ്ടൻറ് എല്ലാം പോയിട്ട് ഡ്രൈ ആവേ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ക്ലോത്തിൻ്റെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. ആ ക്ലോത്തിൻ്റെ വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിക്ചറൊക്കെ ഉണ്ട്. സിബൊക്കെ പെട്ടെന്ന് ചീത്തയാവും, എങ്കിലും ക്ലോത്തിലാകുമ്പോൾ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ. ടൊമാറ്റോ, ക്യാപ്സിക്കം എത്ര ഉണ്ട്? 1 2 3 ക്യാരറ്റ്, 4 ഗ്രീൻ ചില്ലീസ്, cucumber 5, beans 6, then cauliflower 7, onion 8. നമുക്ക് അണിയൻ വയ്ക്കാൻ ബോക്സ് ഉണ്ടല്ലോ. കൊറിയൻഡർ ലീവ്സ് 9, 10 കവേഴ്സ് ഉണ്ട്. ലേഡീസ് ഫിംഗർ ഇത്ര 10 എണ്ണം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. നല്ല വലിയ കവറാണ് കേട്ടോ. ഒരു 1 കിലോ ഒക്കെ കൊള്ളും കേട്ടോ. ഏതായാലും 1 കിലോ കൊള്ളുന്ന അത്രയും വലിപ്പമുള്ള കവറാണ്. ഓക്കെ, ഇത് എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാൻ കൊള്ളാവോ ഇല്ല എന്നുള്ളത്. അത് നല്ലതാണ്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ദിവസം കഴിയുമ്പോൾ അല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി ഇങ്ങനെ ഉണങ്ങിയതുപോലെ ചുക്കി ചുളുങ്ങി പോകും വെജിറ്റബിൾസ്. പച്ചമുളകൊക്കെ അങ്ങ് വല്ലാതെ അങ്ങ് ചുക്കി ചുളുങ്ങി പോകും. ഇത് 2 എണ്ണം അവർ ഒരുമിച്ച് സ്റ്റിക്കർ ചെയ്തേക്കാണ്. അൺബോക്സിങ് വീഡിയോ വേദയുടെ കോപ്പറം കാണിക്കാതെ എല്ലാ വീഡിയോയിലും വേദയാണ് വീഡിയോ എടുക്കണമെങ്കിൽ വേദയുടെ കോപ്രായങ്ങൾ കാണും.
പൊട്ടിക്കാൻ പാടേ. ഞാൻ പൊട്ടിച്ചു. വേണ്ട, നീ വീഡിയോ എടുത്ത് തന്നാൽ മതി. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഗതയ്ക്ക് എക്സാം മറ്റേ കയ്യിൽ എവിടെയെങ്കിലും കയറി കൊണ്ട് മുറിഞ്ഞിട്ട് ഇനി എന്നാ പറയുന്നത്, ഗതയ്ക്ക് എക്സാം ടെൻഷൻ അല്ലേടാ. എക്സാം കഴിയണവരെ വന്നോടനെ കുറേ പഠിക്കുന്നുണ്ട്. എന്ത് പൊട്ടാത്തത്? ഇനിയുണ്ട് സ്റ്റിക്കർ. ഇത് മീൻ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശരിക്കും പറയാം കുറേയേറെ സാധനങ്ങൾ കാണിച്ചു. നമ്മൾ ബെഡ്ഷീറ്റ് കാണിച്ചു നെട്ടയത്ത് വന്നത്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആ സെയിം തന്നെ ഉണ്ടാവില്ല, ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ വേറെ കളേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതും ഞാൻ ടാഗ് ചെയ്തേക്കാം, ഇതും ഞാൻ ടാഗ് ചെയ്തേക്കാവേ. ഇതാണ് എൻ്റെ നല്ല എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയൊരു ഡസ്റ്റ്ബിൻ. ഇത് മറ്റേ കവറാട്ടോ, വേസ്റ്റ് കവർ. ഇത് നീ എങ്ങനെയാടാ ഫിക്സ് ചെയ്തത്? അന്ന് വേറെയാണ് ഫിക്സ് ചെയ്തത്. ഓ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. എനിക്കറിയാം. ഞാൻ വീഡിയോ കാണിക്കട്ടെ, കാണിച്ചു തരാമേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ. എന്നിട്ട് ഇത് വേസ്റ്റ് ബിൻ ഇങ്ങനെ കവർ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാനുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത് പുഷ് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. കാണിച്ചോളൂ, ഓപ്പൺ ആവും. ജസ്റ്റ് അറിയുന്നില്ലേ? പ്രസ് ചെയ്താൽ ക്ലോസ് ആകും. നശിപ്പിച്ച ഓപ്പൺ ഷോ ക്ലോസ്. നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു, നമുക്ക് കണ്ട പെട്ടെന്ന് ഇരിക്കുന്ന ഒരു സ്റ്റൂള് പോലെയൊക്കെ തോന്നില്ലേ? അത്രയ്ക്ക് നല്ല സാധനം. ഇതും അത് തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. സെയിം തന്നെ വരണമെന്നുണ്ടാവില്ല, കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ. നല്ല സാധനം അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.